ഡീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും അപഹാസ്യമായ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിന് വേണ്ടി കടിച്ചു കീറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പാർട്ടികൾ മാറുന്നത് ഒട്ടും ഒരു ശുഭസൂചനയല്ല ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. നോക്കി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾ തുടങ്ങിയ ആ നിമിഷം മുതൽ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. എത്രത്തോളം അപഹാസ്യമാണെന്ന് നോക്കൂ. ആദ്യം പാലക്കാട്ട് ഒരു ഡീൽ ആരോപണം ഉന്നയിക്കുകയാണ്. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുന്നു, ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട്. അതായത് ഈ CPM BJP ഡീൽ എന്ന് പറയുന്നു. ആ ഡീൽ നടന്നാൽ കേരളത്തിൽ BJP വിജയിക്കാൻ പോകുന്നു, BJP ചെയ്താൽ CPM വിജയിപ്പിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ അവിടെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ആരോപണം ഉന്നയിക്കുന്നു. തൊട്ടു പിന്നാലെ ഇതാ CPM SDPI ഡീൽ എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അപ്പം ഇന്ന് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മറുപടി പല നേതാക്കളുടെ ഭാഗത്തു നിന്നും കേട്ടത്, ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന് KC വേണുഗോപാലിൻ്റെ മറുപടി. ഏതാണ്ട് അതിന് സമാനമായി പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിക്കുന്നത്. അപ്പം വോട്ട് SDPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം വോട്ട് കച്ചവടം എന്നുള്ള ഞങ്ങളുടെ വോട്ട് വേണോ എന്ന് SDPI ചോദിച്ചു നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റാതെ ആരും വേണ്ടാന്നും പറയുന്നില്ല. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിൻ്റെ പേരിൽ നടക്കുന്ന, അത് ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ഡ്രാമയും അപഹാസ്യമാണ്. ഏതായാലും നുണകൾ ആരുടെ നുണയാണ്, ആരുടെ സത്യമാണ് വിജയിക്കുക എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾക്ക് അക്കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട്.